ഒരഭിപ്രായം? എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പൊ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് ചേച്ചിക്കൊന്ന് പൊട്ടിക്കരയാനൊക്കെ തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം വിഷമം മനസ്സിലുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ചേച്ചി ഇത്ര കാലമൊക്കെ ഈ IPS ആയിട്ട് ഇവിടെ ഈ കേരളത്തിൽ ജോലി ചെയ്തിട്ട് RSS BJPയെ ശരിക്കും ചേച്ചിക്ക് അങ്ങ് മനസ്സിലായില്ല എന്നുള്ളതാണ്. അതാണ് വലിയ വേദന. കാരണം അതൊക്കെ അന്നേ മനസ്സിലാക്കേണ്ടിയിരുന്നു. അന്ന് വലിയ ഇതിക്കാണ്ട് ഇറങ്ങിയപ്പോൾ വലിയ ഡംബായിരുന്നു ഇറക്കിയിരുന്നത്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ആടെയാണ് കോടയാണ്. ഇന്നേ വരെ ഒരു വാഗ്ദാനവും പാലിക്കാത്ത മനുഷ്യന്മാരാണ് BJPക്കാർ പറഞ്ഞത്. ജീവിതത്തിൽ സത്യം കൂട്ടിത്തൊടാത്ത ആൾക്കാരാണ് അവർ, RSS എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ കൂടെ കൂടുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത് ചേച്ചിയാണ് ആലോചിക്കേണ്ടത്. ഇത്ര കൊല്ലം IPS ഉദ്യോഗസ്ഥയായി കേരളത്തിൽ നിന്നിട്ട് നിങ്ങൾക്കത് RSSനെയും BJPനെയും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റാണ്, അത് നമ്മളെ തെറ്റല്ല. അതുകൊണ്ട് ഇനി ഏതായാലും ചേച്ചി അടുത്ത് തന്നെ രാജിവെക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നിനക്കാണെങ്കിൽ ഒരു VIP ചെയറിൽ ഇരുന്ന ഒരാളിന് ഒരിക്കലും ഒരു കൗൺസിലർ ആകാൻ സാധിക്കില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഏതായാലും ഇപ്പം VV രാജേഷ് ഇപ്പം നല്ല ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മേയർ സ്ഥാനം നല്ല ശരിക്കും പറ്റുന്നുണ്ട്. വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു തുടങ്ങി. കാരണം കോർപ്പറേഷനിലുള്ള പട്ടിനെ, തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള പട്ടിനെ എല്ലാം പിടിച്ചുകൊണ്ട് അടുത്ത പഞ്ചായത്ത് കൊണ്ടുവരികയാണ്. അതാണ് ആർജവം എന്ന് പറഞ്ഞത്. വാക്ക് പാലിക്കണം. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഒരു പട്ടിനെയും കാണില്ല എന്നാണ് പറഞ്ഞത്. ആ പട്ടിനെ മൊത്തം അപ്പുറത്തുള്ള പഞ്ചായത്ത് കൊണ്ടുവരും. പയ്യെ ഇങ്ങോട്ട് എത്തും, അത് വേറെ നോക്ക്. പക്ഷെ എനിക്കൊരു സംശയം കിട്ടും. അത് എൻ്റെ വലിയ സംശയമാണ്. ഈ മാധ്യമങ്ങളൊക്കെ ഫുള്ളായിട്ട് രാജേഷിൻ്റെ അടുത്തേക്ക് മൈക്കും കൊണ്ട് ഇങ്ങനെ നടക്കാൻ കാരണം എന്താണെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ മേയർ എന്ന് പറഞ്ഞാണെങ്കിൽ രാജേഷ് മാത്രമല്ലല്ലോ കേരളത്തിൽ മേയറിൽ 5ഓളം മേയർമാരുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ മേയർമാരുടെ അടുത്തേക്കൊന്നും എത്താത്ത മൈക്കുകൾ രാജേഷിൻ്റെ അടുത്തേക്ക് മാത്രം എത്തി അവനെ പൊക്കി വെക്കാനുള്ള കാരണം കൂടെ ഈ മാധ്യമക്കാരൊന്ന് പറയണം എന്നത് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം എനിക്കാണെങ്കിൽ എല്ലാ മേയർമാരുടെ അടുത്തും പോയി അങ്ങനെയാണെങ്കിൽ എല്ലാ മേയർമാരുടെ അടുത്തും സംസാരിക്കണ്ടേ? ഒരു മേയർ ഈ ഒരു എട്ടും പൊട്ടും തിരിയാത്ത മേയർ അടുത്ത് പോയിട്ട് എന്നെ സംസാരിക്കണം എന്നുള്ള എന്തത്ര നിർബന്ധം? അപ്പം BJPയെ വളർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ കൂടെയാണ് ഈ മാധ്യമപ്പടം മുഴുവനും ചെയ്യുന്നത്. അത് തൽക്കാലം ആ വേവൊന്നും കേരളത്തിൽ വേവൂലാന്നും കൂടെ ഇതിലെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്.